Hi friends, welcome back to my channel Drive, Drift and Draft. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹീറോ എക്സ്പൾസ് 210 ആയിട്ടാണ്. ഇതേ ഇരിക്കുന്ന വണ്ടി. സോ ഫ്രണ്ട്സ്, എക്സ്പൾസ് 210 ഇപ്പം നമ്മുടെ എക്സ്പൾസ് 200ൻ്റെ അപ്ഗ്രേഡേഷനായിട്ട് വന്നൊരു വണ്ടിയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലൈറ്റ് അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ്സ് കൊണ്ട് കാണാൻ നല്ല രസമുള്ള ഹെഡ്ലൈറ്റ്സ് ഉണ്ട്. സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ്. നമുക്കിപ്പോൾ തന്നെ കാണാം ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ എല്ലാ DNA ആ ഒരു ഷോക്സിൽ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. ഡിസൈൻസ് അത്യാവശ്യം കുറച്ചുകൂടെ ഒന്ന് ഒരു കോമ്പാക്റ്റ് ആയ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ വരുമ്പം. അപ്സെറ്റ് എക്സോസ്റ്റ് ആണ്, സോ വാട്ടർ വെയ്ഡിങ്ങിലും അത് ഹെൽപ്ഫുള്ളാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് എക്സ്പൾസിൻ്റെ ബാക്കിൽ നിന്ന് ഉള്ളൊരു വ്യൂ. ഒരു അത്യാവശ്യം നീറ്റായ ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും മഴ മഡ് ഫ്ലാപ്പ് ഇത്രയും നീളമുള്ളതുകൊണ്ട് വലിയ ചെളി അടിക്കുന്ന സീൻ എനിക്ക് തോന്നിയില്ല. ഇപ്പോഴത്തെ സൈഡിൽ നിന്നുള്ള എക്സ്പൾസിൻ്റെ ലുക്ക് ഇതാണ്. സോ ഫ്രണ്ട്സ്, എക്സ്പൾസ് 210 കുറച്ച് നേരം ഒന്ന് ഓടിക്കാൻ കിട്ടി. അതിനകത്തൊന്നും തോന്നിയത് എന്താ പറയുക, റോഡിൽ കൂടെ പോകാൻ ഒരു നോർമൽ ബൈക്ക്, പക്ഷേ ഓഫ് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന 21 ഇഞ്ചാണ്, ബാക്കി വരുന്നത് 18 ഇഞ്ചാണ്. ഒരു എൻഡ്യൂറോ ബൈക്ക് പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ അതിനുള്ള വർക്ക് ഈ വണ്ടി എടുക്കുന്നുണ്ട്. ഫ്രണ്ട് 21 ഇഞ്ചാണ്, സോ നമുക്ക് ഓവർ ബംപ്സ് ആൻഡ് സ്റ്റഫ് നമുക്ക് ഈസി ആയിട്ട് ചാടാൻ പറ്റും. പിന്നെ ബാക്കിൽ 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്സ് ആണ്, വിച്ച് ഇസ് നൈസ്. വെള്ളം കയറാതിരിക്കാൻ എക്സോസ്റ്റ് ഇച്ചിരി അപ്സ്റ്റെപ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ യൂറോ ഗ്രിപ്പിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടിയുടെ മെയിൻ ഡിഫറൻസ്, നമ്മുടെ പഴയ എക്സ്പൾസിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എൻജിൻ കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്, പവർ കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോക്കിൻ്റെ ട്രാവൽ കൂടിയിട്ടുണ്ട്, പിന്നെ ലിക്വിഡ് കൂൾഡാണ്. സോ അങ്ങനെ അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിക്ക് 2 ലഗേജ് സ്പേസ് നമുക്ക് കാണാം. ഇവിടെ ഒരെണ്ണം കാണാം, അതുപോലെ ഈ സീറ്റിൻ്റെ അടിയിലും നമുക്കൊരു ലഗേജ് സ്പേസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി പ്രോ വേരിയൻ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബേസ് വേരിയൻറ്റും കൂടെ ഉണ്ട്. അപ്പം ബേസ് വരുന്നത് 1.75ഉം പ്രോ വരുന്നത് 1.85 lakhs ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. വണ്ടിയുടെ സീറ്റ് അത്യാവശ്യം കംഫിയാണ്. പിന്നെ അങ്ങനെ ഒരു വൈഡ് സീറ്റില്ല, അതുകൊണ്ട് നമുക്ക് കാലിച്ചെടുത്താൽ എളുപ്പമുണ്ട്. പിന്നെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് സാഡ്ലിങ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു എർഗണോമിക്സാണ് കൊടുത്തേക്കുന്നത്. സോ ഈ ഒരു വണ്ടി വരുന്നത് TFT ഡിസ്പ്ലേ ആണ്. നമുക്ക് ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് സ്റ്റാർട്ടിംഗ് സ്ക്രീൻ. സോ ഇവിടെ നമുക്ക് ബൈക്കിൻ്റെ സെറ്റിങ്സ് ട്രിപ്പ് 1, ട്രിപ്പ് 2, ABS മോഡ്സ് കാണാൻ പറ്റും. ABS മോഡ്സിൽ നമുക്ക് 3 മോഡ്സ് ഉണ്ട്. റോഡുണ്ട്, ട്രെയിലുണ്ട്, ഓഫ് റോഡുണ്ട്. ഇതിൽ ഓഫ് റോഡിൽ നമുക്ക് ബാക്കിലത്തെ ABS ഓഫാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, ബേസ് വേരിയൻറ്റിൽ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. പ്രോ വേരിയൻറ്റിലാണ് ഡ്യുവൽ ചാനൽ ABS വരുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ട വേറൊരു സംഭവം, ഇതിൻ്റെ ഡിസ്പ്ലേസ് നൈസ്. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പിയറൻസ്, ബ്രൈറ്റ്നസ്, വിഡ്ജറ്റ്സ്, ഡേറ്റ് ആൻഡ് ടൈം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പിയറൻസിൻ്റെ അകത്ത് ഓട്ടോ കൊടുക്കാൻ പറ്റും, ഡേ ആൻഡ് നൈറ്റ് കൊടുക്കാൻ പറ്റും. ബ്രൈറ്റ്നസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, വിഡ്ജറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം, എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത്. സോ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ വിഡ്ജറ്റ്സ് നമുക്ക് കാണണം കാണണ്ട എന്നുള്ളത്. പിന്നെ ഡേറ്റ് ആൻഡ് ടൈം നമുക്കിവിടെ കാണാൻ പറ്റും. യൂണിറ്റ്സ്, ഡിസ്റ്റൻസ്, ഫ്യൂൾ കൺസപ്ഷൻ. ഓക്കെ, പിന്നെ നമുക്കിവിടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, 10x10 നാവിഗേഷൻ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇത്രയാണ് ഈ വണ്ടിയുടെ നമുക്ക് ബേസിക്. പിന്നെ നമുക്കിവിടെ ട്രിപ്പ് 1 എന്തേരം ഓടി, എത്ര ടൈം എടുത്തു, ആവറേജ് ഫ്യൂവൽ എക്കോണമി എന്തേരം ഉണ്ടായിരുന്നു നോക്കാൻ പറ്റും. അതുപോലെ സെയിം ട്രിപ്പ് 2. പിന്നെ ഫ്യൂവലിൻ്റെ ഡീറ്റെയിൽസ് കാണും, റേഞ്ച് പറ്റും, ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കാണാൻ പറ്റും. പിന്നെ എന്നാ സർവീസ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ റോഡ് എന്ന് കാണിക്കുന്നത് ABS മോഡ് റോഡിലാണെന്നുള്ള. പിന്നെ ഇതിൻ്റെ മോഡ്സ് അനുസരിച്ച് ECU അല്ലെങ്കിൽ പവറിലൊരു വേരിയേഷൻ വരുന്നില്ല. ഇതിനകത്ത് ബ്രേക്ക് അല്ലെങ്കിൽ ABSലാണ് അല്ലെങ്കിൽ ബ്രേക്കിങ്ങിലാണ് ഈ മോഡ്സ് കൊണ്ട് ഡിഫറൻസ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റെവ് ചെയ്ത് സ്പീഡ് കയറുന്നതനുസരിച്ച് ഒരു അപ്പ് ഷിഫ്റ്റിനുള്ള ആരോ വരുന്നു, അതിൻ്റെ ഓർമ്മ ശരിയാണ് ഡൗൺ ഷിഫ്റ്റിനുള്ള ആരോ ഉണ്ട്. സോ നമുക്കൊരു ഐഡിയ വണ്ടി തരും. ഒരു സൈഡിൽ ഹീറ്റിൻ്റെ ഗേജ് ഉണ്ട്, മറ്റേ സൈഡിൽ
ഫ്യൂവലിൻ്റെ ഗേജ് ഉണ്ട്. എക്സ്പൾസ് 210 എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പുതിയ വണ്ടി, അപ്പോൾ ഒത്തിരി ഞാൻ റിവ്യൂ ചെയ്ത് അലമ്പാക്കുന്നില്ല. സോ ഫ്രണ്ട്സ്, എക്സ്പൾസിൻ്റെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ മെയിൻ അപ്ഗ്രേഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ 210cc ആയിട്ടുണ്ട് എൻജിൻ. പിന്നെ എന്ന് പറഞ്ഞാൽ 4 സ്ട്രോക്ക് 4 വാൽവ് സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ DOHC എൻജിനാണ്. അതിൻ്റെ കംപ്രഷൻ റേറ്റ് വരുന്നത് 12:1 ആണ്. പിന്നെ മാക്സിമം പവർ വരുന്നത് 24.6 PS അറ്റ് 9250 RPM ആണ്. മാക്സ് ടോർക്ക് വരുന്നത് 20.7 Nm അറ്റ് ദ റേറ്റ് 7250 RPM ആണ്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. ഓഫ് കോഴ്സ് ഇപ്പോൾ എല്ലാ വണ്ടിയും തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷനാണല്ലോ. ഇതിന് ഈ വണ്ടിക്ക് ഇപ്പോൾ കൊടുത്തേക്കുന്നത് സെമി ഡബിൾ ക്രാഡിൽ ഹൈറ്റ് ആൻഡ് സൈഡ് സ്വിംഗ് ആം ആണ്. റെക്ടാങ്കുലർ സ്വിംഗ് ആം വിത്ത് ലിങ്കേജ് റോഡാണ്. ക്ലച്ച് വന്നിരിക്കുന്നത് വെറ്റ് ടൈപ്പാണ്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ഉണ്ട്. സോ നമുക്ക് എന്താ പറയുന്ന ലൈക്ക് വീൽ ലോക്ക് ചെയ്യും എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണ്ട. പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ. ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്ക് വന്നിരിക്കുന്നത് ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോക്സ് ആണ്. 41 mm വിത്ത് ആൻറ്റി ഫ്രിക്ഷൻ ബുഷ്. അതുപോലെ റിയറിലെ ഷോക്ക് വന്ന് 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. റിയറിലെ സസ്പെൻഷൻ ട്രാവൽ വരുന്നത് 205 mm ആണ്. ഫ്രണ്ടിലെ സസ്പെൻഷൻ ട്രാവൽ വരുന്നത് 210 mm ആണ്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ക് 276 mm ആണ്. ബാക്കിലത്തെ ഡിസ്ക് വരുന്നത് 210 mm ആണ്. ബാക്കിലത്തെ ടയർ 120, 80, 18 ആണ് വരുന്നത്. ഫ്രണ്ടിലെ ടയർ 90, 90, 21 ആണ് വരുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 830 ആണ്. പക്ഷേ ഭയങ്കര വൈഡ് സീറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ 830 എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം കാലെത്തും താഴെ, വിച്ച് ഇസ് നൈസ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 210 ആണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഫ്യൂൾ ടാങ്ക് വരുന്നത് 13 ലിറ്ററാണ്. ഒരു 40 അടുത്ത് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ബേസ് വേരിയൻറ്റിൻ്റെ മാസ് വരുന്നത് 168 ആണ്. ഈ കാണുന്നതാണ് പ്രോ വേരിയൻറ്റിൻ്റെ മാസ് വരുന്നത് 170 കിലോഗ്രാം ആണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ബൈക്ക് നമ്മൾ നോർമൽ റോഡിൽ കൂടെ ഓടിച്ചാൽ ഒരു നോർമൽ ബൈക്കിൻ്റെ ഒരു വൈബ്. അത്യാവശ്യം പവറുണ്ട്. 180-100 സുഖമായിട്ട് കയറും. ഇപ്പോൾ 100 തന്നെ വേണമെങ്കിൽ ക്രൂസിങ് ചെയ്യാം, ഒരു നോർമൽ ബൈക്ക്. പക്ഷേ ഈ വണ്ടിയുടെ തനി സ്വരൂപം കാണണമെങ്കിൽ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ റോഡിലേക്ക് ഇറങ്ങണം. നമ്മുടെ സാധാ ബൈക്കിൽ പോകുന്നേക്കാളും എങ്ങനെ പോയാലും അതിനേക്കാൾ സ്പീഡിൽ നമുക്ക് വണ്ടി ഈസി ആയിട്ട് കൊണ്ടുപോകാം. ദ ഷോക്ക് ഇസ് റിയലി ഗുഡ്. നമുക്ക് ഒരുമാതിരി പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ എല്ലാം ചാടിച്ചെടുത്തുകൊണ്ട് പോകുന്നതിന് ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ പറയുന്നത്, ഒരു കൈൻഡ് ഓഫ് ഓഫ് റോഡ് ടയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് നല്ല ഗ്രിപ്പ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ വണ്ടി സാഡിലേക്ക് നല്ല ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ഈ ഒരു ബൈക്ക് ഓഫ് റോഡിൽ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ഇഷ്ടം നോക്കാം. കാണാവുന്ന പോലെ തന്നെ ഓഫ് റോഡ് പാച്ചിൽ കൂടെ അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു ബൈക്ക് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹൈനസ് അല്ലെങ്കിൽ എൻടോർക്കാണ് എനിക്ക് ഒരിക്കലും ഇത്രയും ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു ഓഫ് റോഡ് പാച്ചിൽ കൂടെ പോകാൻ. ഈ വണ്ടിയുടെ ഹൈലൈറ്റും അതാണ്. ഹീറോ എക്സ്പ്രസ് 210 റോഡിൽ കൂടെയും നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100 എബോവ് സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ ഈ വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല. ബൈക്കിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ നമ്മൾ ഓഫ് റോഡ് ഇറങ്ങിയാൽ അറിയാൻ പറ്റുള്ളൂ.
ഇത്രയുമാണ് ഹീറോ എക്സ്പൾസ് 210ൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത തവണ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.